ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെപ്റ്റംബർ 4 2024 നടന്ന ഇംഗ്ലീഷ് എക്സാമിൻ്റെ ആൻസർ കീയാണ്. എല്ലാ ആൻസറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അത് വർക്കൗട്ട് ചെയ്ത എല്ലാവർക്കും ഈ ഒരു എക്സാം വളരെ ഈസി ആയിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒട്ടുമിക്ക ചോദ്യങ്ങളും തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻസ് 1 to 5 റീഡ് ദ പാസേജ് ഫ്രം ദ മിസ്റ്റീരിയസ് പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. An elderly lady came next. She had a large hump on her ബാക്ക്. അടുത്തതായി വന്നത് ഒരു പ്രായമുള്ള സ്ത്രീ ആയിരുന്നു. അവർക്ക് മുതുകിൽ ഒരു വലിയ മുഴയുണ്ടായിരുന്നു. സർ പെയിൻറ്റർ, അവർ വിളിച്ചു പെയിൻറ്റർ. ഷീ സെഡ് സോഫ്റ്റ്ലി, വളരെ സൗമ്യമായി പറഞ്ഞു, മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ, എന്നെ സുന്ദരിയായിട്ട് വരയ്ക്കണം. ഇഫ് യു ഡോണ്ട് റിമൂവ് ദ ഹംപ് ഓൺ മൈ ബാക്ക് ആൻഡ് സപ്ലൈ വാട്ട് ഐ ലാക്ക് ഇൻ ബ്യൂട്ടി ഐ വിൽ ഹാവ് യു ടോൺ ഇൻ ടു പീസസ്. നിങ്ങൾ എന്നെ സുന്ദരിയായിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഈ മുഴ നീക്കം ചെയ്യാതിരിക്കുകയോ എന്തെങ്കിലും ബ്യൂട്ടിയിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിലോ നിങ്ങളെ തുണ്ടം തുണ്ടായിട്ട് ഞാൻ മുറിക്കും. യു ടോൺ ഇൻ ടു പീസസ്. എ യങ് ലേഡി ഹൂ വാസ് കമ്പാനിയൻ ഓഫ് ഡെസ്റ്റിനസ് കെയിം ആസ് സൂൺ ആസ് ഓൾഡ് ലേഡി ലെഫ്റ്റ്. ആ ഓൾഡ് ലേഡി പോയതിന് ശേഷം വേറൊരു രാജ്ഞിയുടെ സുഹൃത്തായ ഒരു യങ് ലേഡി വന്നു. ഷി വാസ് യങ് ആൻഡ് പ്രിറ്റി. അവർ യങ് ആയിരുന്നു, സുന്ദരിയായിരുന്നു. ബട്ട് ഹാഡ് ലോസ്റ്റ് 3 of her front teeth in an accident. ആക്സിഡൻറ്റിൽ 3 ടീത്ത് പല്ല് നഷ്ടപ്പെട്ടിരുന്നു. ഷീ വാണ്ടഡ് ടിൽ ദാറ്റ് ഇഫ് ഇൻ ഹെർ പിക്ചർ ഷീ ഡിഡിൻ സീ ഹെർസെൽഫ് സ്മൈലിംഗ് വിത്ത് എ പെർഫെക്റ്റ് സെറ്റ് ഓഫ് pearly teeth. She would have him out into small bits by her lover. She pointed the captain of the guards. അപ്പോൾ അവരെന്താണ് പറഞ്ഞത്? അവരുടെ മുന്നിലുള്ള 3 പല്ലുകൾ പോയിരുന്നു. അപ്പോൾ പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ്. അല്ലെങ്കിൽ അവരുടെ ലവറെ കൊണ്ട് ചെറിയ തുണ്ടങ്ങളായിട്ട് അറുത്തു മാറ്റേണ്ടി വരും. എന്നിട്ട് ആളെ കാണിച്ചു കൊടുത്തു, ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ കാണിച്ചു കൊടുത്തു. Similar requests and threats continued until he had finished with the last of the courtiers. അങ്ങനെ ഓരോരുത്തരായി വന്നു, ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. Then the archduke sent for him and said. അങ്ങനെ പിന്നെ ആര് വന്നു? ആർച്ച് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മൈ ഡിയർ ഫെല്ലോ, എൻ്റെ പ്രിയ സുഹൃത്തെ, ഐ വാണ്ട് യുവർ പോർട്രേറ്റ് ടു ബി പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽസ്. നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, കൃത്യത ആയിരിക്കണം. യു ആർ ടു പെയിൻറ്റ് ഓൾ മൈ കോർട്ടിയേഴ്സ് എക്സാക്ട്ലി ആസ് വി സീ ദം. നിങ്ങൾ ഈ കോർട്ടിയേഴ്സിന്, എൻ്റെ പരിചാരകരെയൊക്കെ അവരെങ്ങനെയാണോ കാണുന്ന ആ വിധത്തിൽ വരച്ചാൽ മതി. ഇഫ് യു ലീവ് ഔട്ട് എ മോള്, നീ എന്തെങ്കിലും ഒരു മറുകോ പിമ്പിൾ മുഖക്കുരുവോ ഓർ എ സിംഗിൾ ഗ്രേ ഹെയർ, ഒരു നരച്ച മുടിയോ ഒഴിവാക്കിയാൽ ഐ വിൽ ഹാവ് യു സ്ലോട്ടേഡ് ലൈക്ക് എ പിഗ്. ഒരു പന്നിയെ പോലെ നിന്നെ കൊല്ലേണ്ടി വരും. ആര് പറയാണ്? ആ പ്രഭു പറയാണ്, ആർച്ച് ഡ്യൂക്ക് പറയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാസേജ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. സർ പെയിൻറ്റർ, ഷീ സെഡ് സോഫ്റ്റ്ലി, മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഹൂ ഈസ് ദ പെയിൻറ്റർ മെൻഷൻഡ് ഹിയർ? ഇവിടെ ആരാണ് പെയിൻറ്റർ മെൻഷൻ ചെയ്ത? പെയിൻറ്റർ ആരാണ്? ടില്ലാണ്. ഓക്കെ, ഇനി അടുത്ത, വാട്ട് വാസ് ദ ത്രെറ്റ് ബൈ ദ എൽഡർലി ലേഡി? ആ ലേഡി എന്താണ് ത്രെറ്റ് ചെയ്തത്? ഷീ ത്രെറ്റൻ ടു ടിയർ ഹിം ടു പീസസ്. തുണ്ടം തുണ്ടാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. വൈ ഡി ദ യങ് ലേഡി വാണ്ട് ടു ഡ്രോ ഹെർ പോർട്രേറ്റ് വിത്ത് എ പെർഫെക്റ്റ് സെറ്റ് ഓഫ് പേർലി ടീത്ത്? ഷീ വാണ്ടഡ് ടു ഹൈഡ് ഹെർ മിസ്സിങ് ടീത്ത്. അവരെ ടീത്ത് മിസ്സായിരുന്നു, അപ്പോൾ അത് ഹൈഡ് ചെയ്യണം. ഓക്കെ, what would the archduke do it till did not draw the portrait perfectly? Archduke എന്ത് ചെയ്യും? The archduke would have him killed. അവനെ കൊല്ലും. എങ്ങനെ കൊല്ലുക? അത് വേണമെങ്കിൽ അതാ ഇവിടെ ഉണ്ട്, സ്ലോട്ടേഡ് ലൈക്ക് എ പിഗ്, പന്നിയെ പോലെ കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Pick out a word from the passage that means the state of not having something. ഒന്നില്ലാത്ത അവസ്ഥക്ക് എന്താ പറയുക? ലാക്ക് എന്നാണ് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് എ പോയം ഫ്രം താജ് മഹൽ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇപ്പോൾ പോയം നിങ്ങൾക്കറിയാമല്ലോ,
your only dream was to preserve forever your heart's pain. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് ആർ ദ ട്രാൻസിയൻറ്റ് തിങ്സ് ഇൻ ലൈഫ്? The transient things in life are harsh thunder of imperial power. What was the dream of Shah Jahan? Shah Jahan's dream and then the poet dream was to preserve his heart's pain forever. അദ്ദേഹത്തിൻ്റെ ആ ഹൃദയവേദന അങ്ങനെ തന്നെ സൂക്ഷിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് സിമിലി ഫ്രം ദ ലൈൻസ് ഗിവൺ എബവ്. ഏതാണ്? ലൈക്ക് സൺസെറ്റ്, ക്രിംസൺ സ്പ്ലെൻഡർ. Okay, pick out a instance of auditory image from the above lines. The harsh thunder of imperial power. അതായത് സൗണ്ട് ഓഫ് തണ്ടറിനെ ആണ് അതിനോട് ഉപമിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കൂ, ICC മെൻസ് ക്രിക്കറ്റ് വേൾഡിൻ്റെ അറ്റ് USA വെസ്റ്റ് ഇൻഡീസ്, USAയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മാച്ചിൻ്റെ ഒരു ടേബിളാണ്. അപ്പോൾ നമുക്ക് ഹൂ ആർ ദ ഹോസ്റ്റ് ഓഫ് 20 വേൾഡ് കപ്പ് 2024? ആരാണ് ദ ഹോസ്റ്റ് ഓഫ് ദ 20 വേൾഡ് കപ്പ് 2024? വേർ ദ USA ആൻഡ് വെസ്റ്റ് ഇൻഡീസ്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, വേൾഡ് കപ്പ് ഹെൽഡ് അറ്റ് USA ആൻഡ് വെസ്റ്റ് ഇൻഡീസ്. അപ്പോൾ വേൾഡ് കപ്പ് എവിടെയാണെന്ന് പറഞ്ഞാൽ USAയിലും വെസ്റ്റ് ഇൻഡീസിലും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഹാസ് 2 players ഇൻ ദ ടോപ്പ് 5 പൊസിഷൻ? ടോപ്പ് 5 പൊസിഷനിലുള്ള 2 players ഏതൊക്കെയാണ്? ടോപ്പ് 5ലുള്ള പ്ലെയേഴ്സ്? അഫ്ഗാനിസ്ഥാൻ ഹാസ് 2 players ഇൻ ദ ടോപ്പ് 5 പൊസിഷൻ. അപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് 2 players ഉള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് പൊസിഷനും 5th പൊസിഷനും. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഹയസ്റ്റ് ടോട്ടൽ റൺസ് ഓഫ് എ ബാറ്റർ ഇൻ ദ 2020 വേൾഡ് കപ്പ്? ഹയസ്റ്റ് സ്കോർ ആരുതാണ്? ഹയസ്റ്റ് 281 അല്ലേ? ഹയസ്റ്റ് സ്കോർ ഓഫ് എ ബാറ്റർ ഇൻ 2020 ഈസ് ആക്ച്വലി 281 അച്ചീവ്ഡ് ബൈ റഹ്മാനുല്ല ഗുർബാസ്. ഓക്കെ, ഇനി അടുത്തത്, ദ ലോവസ്റ്റ് ആവറേജ് വാസ് അറ്റൈൻഡ് ബൈ. ഏറ്റവും കുറഞ്ഞ ആവറേജ് ഉള്ളത് ആരാണ്? അപ്പോൾ ദ ലോവസ്റ്റ് ആവറേജ് ആയിരിക്കാണ് 27 ഉള്ള ആളാരാണ്? കിൻടൺ ഡി കോക്ക് വിത്ത് ആൻ ആവറേജ് ഓഫ് 27. ഇനി അടുത്ത, നെയിം ദ ഇന്ത്യൻ ബാറ്റർ ഹു സ്കോർഡ് ദ സെക്കൻഡ് ഹയസ്റ്റ് റൺസ് ഇൻ 2020 വേൾഡ് കപ്പ്. അപ്പോൾ ആരാണ് ഇന്ത്യൻ ബാറ്റർ? ആരാണ്? രോഹിത് ശർമ്മ അല്ലേ? രോഹിത് ശർമ്മ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് റോബർട്ട് ലീ ഫ്രോസ്റ്റ് യൂസിങ് ദ ഗിവൺ ഡാറ്റ. ഓക്കെ, നെയിം തന്നിട്ടുണ്ട്, ബോൺ, ഓക്യുപ്പേഷൻ, മേജർ വർക്ക്സ്, അവാർഡ്, ഡൈഡ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. റോബർട്ട് ലീ ഫ്രോസ്റ്റ് വാസ് എ റിനോൾഡ് അമേരിക്കൻ പോയറ്റ് ഇൻ പ്ലേ റൈറ്റ്, ബോൺ ഇൻ സാൻ ഫ്രാൻസിസ്കോ ഓൺ മാർച്ച് 26, 1874. Frost is celebrated for his rural New England settings and his exploration of themes such as nature, identity, and human condition. His notable works include A Boy's Will North of Boston, A Home Burial, and The Road Not Taken. Frost received numerous accolades, including 4 Pulitzer Prizes for poetry and Congressional Gold Medal. He passed away on January 29, 1960 in Boston, leaving behind a legacy as one of the most influential poets of the 20th century. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, 5 മാർക്കിനുള്ളതാണ്. Okay, the Archduke of Battenberg was one of the main character of the story. The mysterious wizard prepare character sketch of Archduke. അപ്പോൾ ആർച്ച്ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ദ ക്യാരക്ടർ ആർച്ച്ഡ്യൂക്ക് അപ്പിയേഴ്സ് ഇൻ ദ ലെസൺ ദ മിസ്റ്റീരിയസ് വിച്ചർ. ഹി വാസ് ദ റൂളർ ഓഫ് ഡുഗ്ഡം ഓഫ് Battenberg. He loved painting and artistry. He liked feasting. He ate heartily. He was extravagant. He spent too much money and gold for painting the picture. He hoped to shine forth like the moon surrounded by lanterns. He was a fool who had no ability to think. That is why he didn't question till when he saw a blank wall having no picture drawn it. ഇനി അടുത്ത ചോദ്യം നോക്കാം. The boy in the story, the boy who drew cats, had a terrible night in the temple. He understood the words of the priest, avoid large places, keep to small. So he decided to write a letter to the priest about his experience in the temple. Prepare likely letter. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്.
അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഡേറ്റും പ്ലേസും ഡേറ്റ് ചെയ്തിടണം. ഡിയർ പ്രീസ്റ്റ്, ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് യു മൈ ടെറിഫിക് എക്സ്പീരിയൻസ് ഇൻ ദ ടെമ്പിൾ ലാസ്റ്റ് നൈറ്റ്. ആസ് യു അഡ്വൈസ്ഡ് me, I tried to avoid large places and keep to small one, but I still had frightening encounter. I realized then that I should have needed your warning more carefully. The large space felt overwhelming and menacing. I promise to be more mindful of your advice in the future. Thank you for your guidance and wisdom. I look forward of speaking with you again soon. Sincerely, the boy who drew cats. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, 2 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ചോദ്യം. ഇതിൽ 2 ചോദ്യങ്ങൾക്കാണ് ആൻസർ ചെയ്യേണ്ടത്. വെലസ്കോ ഹാഡ് എ നാരോ എസ്കേപ്പ് ഇൻ ദ സ്കീ. വെൻ വി റീച്ച്ഡ് ദ ഷോർ ഹി നരേറ്റഡ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് ദ ഷിപ്പ്‌റെക്ക് ടു വൺ ഓഫ് ദ വില്ലേജ്. പ്രിപ്പയർ നെറേറ്റീവ്. അപ്പോൾ നെറേറ്റീവ് പ്രിപ്പയർ ചെയ്യാനാണ് ആരുടെ, നമ്മുടെ വെലസ്കോൻ്റെ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം. ഐ ആം ട്രാവലിംഗ് ഫ്രം മൊബൈൽ അലബാമ ഇൻ ദ US ടു മൈ കൺട്രി കൊളംബിയ. ഐ ഹാവ് 4 ഷിപ്പ്മേറ്റ്സ്. 4 ഷിപ്പ്മേറ്റ്സ് ഉണ്ടായിരുന്നു. ദേ ആർ മൈ കാരബല്ലോ, കാസ്റ്റിലോ, റെഞ്ചിഫോ ആൻഡ് ഹെറേര. The ship plunged into an abyss and disappeared. My shipmates were trying to get onto the raft. One of the rats has already disappeared from view. We called out to each other and tried to stay afloat. The wind is whipping hard. I am not able to sit on the raft. Suddenly, a gigantic wave lifted the raft. When I came down, I saw only the hands of Caraballo and Castillo. Meanwhile, Rengifo tried to stay above water with his headphone afloat in his right hand. Rengifo was tired and lost his heart. He sank, calling out to me, "Fatso, Fatso." The hot metallic midday sun was burning my head and skin. I had no food or water. It seemed an extraordinary long time. I didn't know what to do. I looked at my belongings. I have watch, gold ring, keys to my locker and 3 business cards. Finally, I was saved. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Till tactfully solved the problems that he faced in the palace of Archduke of Battenberg. When he reached home, he decided to pour his feelings and experience in the form of diary entry. Prepare likely diary entry. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഡേറ്റ് എഴുതാം. I am so grateful to be back home. I spent weeks at the palace where I had a great time despite some challenges. Archduke was kind to me and to my donkey and he trusted me. However, the courtiers were demanding and threatened to harm if I didn't paint the picture as they want. I was scared, so I pretended to work on the picture for 60 days, saying it was almost done. I enjoyed the royal feast and prioritized my safety over earning 100 gold pieces. Now I am finally home, can live in pieces. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. You are the secretary of English club in your school. You have decided to stage a play based on the story The Boy Who Drew Cats in connection with the English Week. Prepare notice. അപ്പോൾ നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? The Boy Who Drew Cats, a play based on the classic Japanese folk tale. ഡേറ്റ് എഴുതാം September 15th, 2024. ടൈം എഴുതാം, വെന്യൂ എഴുതാം. Join us for the afternoon of drama, adventure and inspiration presented by the English Club. Admission is free. ഓക്കെ, ഇനി നമുക്ക് അത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യന്. A few errors are given in the passage underlined. The boy learned quickly that the old priest taught him. അപ്പോൾ നമ്മൾ എന്താണ്, the boy learned quickly what എന്നാണ് എഴുതേണ്ടത്. What the old priest taught him. What the old priest, what എന്താണ് അയാൾ ഓൾഡ് പ്രീസ്റ്റ് പഠിപ്പിച്ചത്. And was very obedient. സ്പെല്ലിംഗ് തെറ്റാണ്. obedient ഇങ്ങനെയാണ് സ്പെല്ലിംഗ്, OBEDIENT. Okay, in most things, but he had a fault. He liked to draw അല്ല to draw ആണ്, to draw. Okay, to draw cats during study hours and to draw cats even where cats or not to have been drawn at all. അപ്പോൾ അത് 3 മാർക്കിൻ്റെത് വളരെ എളുപ്പമാണ്. ഇനി അടുത്തത് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ സ്യൂട്ടബിളി ബൈ യൂസിങ് കറക്റ്റ് പ്രിപ്പോസിഷൻ ഫ്രം ദ ബ്രാക്കറ്റ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് പ്രൊപ്പോസിഷൻ എടുത്ത് എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്?
The sun burned my head and my skin, which was dry and hardened with salt. അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? വിത്ത് സാൾട്ടാണ്. സിൻസ് ഐ ഹാഡ് ലോസ്റ്റ് മൈ ക്യാപ്പ്, ഐ സ്പ്ലാഷ്ഡ് വാട്ടർ ഓഫ് എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. I splashed water off my head and I just sat on the side of the raft waiting to be rescued. Okay. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു.